അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിങ്ങൾ മയ്യത്ത് മറവ് ചെയ്യില്ല എന്ന ഭയം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ഖബറിലെ ശിക്ഷ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. നക്തശിഫുൽ ഇജാബ, ഉത്തരം കണ്ടെത്തുക. മാദാ യഖൂലു ദാഫിനു ഇൻദ വദഇൽ മയ്യിതി ഫിൽ ഖബരി. ഖബറിൽ മയ്യത്ത് വെക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? മാദാ യഖൂലു ദാഫിനു ഇൻദ വദഇൽ മയ്യിതി ഫിൽ ഖബരി. മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ മറവാടുന്ന ആൾ എന്താണ് ചൊല്ലേണ്ടത്? മാദാ യഖൂലു മൻ യഹ്സു തുറാബ ഇലൽ ഖബരി. ഖബറിലേക്ക് മണ്ണ് വാരിയിടുന്നവർ എന്താണ് പറയേണ്ടത്? ലിമ, മൂന്നാമത്തെ ചോദ്യം, ലിമ യുസന്നു അൻ യംകുസ അഖാരിബുൽ മയ്യിത്തി സഅതൻ ഇൻദൽ ഖബരി. മയ്യത്തിന്റെ അടുത്ത കുടുംബക്കാർ ഖബറിന്റെ അടുത്ത് നിൽക്കൽ സുന്നത്താക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? മയ്യത്തിന്റെ അടുത്ത കുടുംബക്കാർ ഖബറിന്റെ അടുക്കൽ നിൽക്കൽ സുന്നത്താക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അത് എന്തിനു വേണ്ടിയാണ്? അഥവാ മറവാടിയതിനു ശേഷം മൻ ഔലൻ നാസി ബിത്തൽഖീനിൽ മുഹ്തദരി. മരണമാസന്നമായ രോഗിക്ക് തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ കൊണ്ട്, അഥവാ മരിക്കാൻ കിടക്കുന്ന രോഗിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ കൊണ്ട് ഏറ്റവും അടുത്ത ആളുകൾ ആരൊക്കെ? പിന്നെ മനിൽ ഔല ബിഗസ്ലി ജിജാലി ബയ്യിൻ അല തർത്തീബി. പുരുഷനെ കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് ആരാണ്? അതിൻ്റെ സ്ഥാനം, ഓരോരുത്തരുടെ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനം അനുസരിച്ചിട്ട് എഴുതുക. മാ ഹുക്കുമുൽ ഹംലിൽ മയ്യത്തി. മയ്യത്ത് ചുമക്കുന്നതിൻ്റെ വിധി എന്താണ്? മാ ഹുക്കുമു നഖ്ലിൽ മയ്യത്തി മിൻ ബലദി മൗതിഹി. മരിച്ച നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മയ്യത്തിനെ മാറ്റുന്നതിൻ്റെ ഹുക്കുമ്, വിധി എന്താണ്? ഇനി എട്ടാമത്തെ ചോദ്യം, ബയ്യിൻ കൈഫിയത വദഇൽ മയ്യിത്തി ഫിൽ ഖബരി. മയ്യത്തിനെ ഖബറിൽ വെക്കുന്നതിൻ്റെ രൂപത്തെക്കുറിച്ച് വിശദീകരിക്കുക. ഇതൊക്കെ പാഠത്തിൽ ഉണ്ട്, അതൊക്കെ കണ്ടെത്തി എഴുതുക. ഇനി മൽ ഹുക്കുമ് വ്യക്തമാക്കാനാണ്. ഖളാഉൽ ഹാജത്തി അലൽ ഖബരി. ഖബറിൻ്റെ മുകളിൽ കാര്യം സാധിക്കൽ, അതിൻ്റെ വിധി എന്താണ്? കിതാബത്തു ഷൈഇൻ അലൽ ഖബരി. ഖബറിൻ്റെ മുകളിൽ വല്ലതും എഴുതി വെക്കൽ, അതിൻ്റെ വിധി എന്താണ്? അൽ ബിനാഉ അലൽ ഖബരി ഫി മുസല്ലബത്തിൻ ഔ മൗഖൂഫിൻ. പൊതുസ്ഥലത്തോ അല്ലെ വഖഫ് ചെയ്ത സ്ഥലത്തോ ഖബർ കെട്ടിപ്പൊക്കുന്നതിൻ്റെ വിധി എന്താണ്? നബ്ഷുൽ ഖബരി ലിതഖ്ലീസിഹി മിൻ സൈലിൻ ഔ നദാവത്തിൻ. ഖബർ മാന്തുന്നതിൻ്റെ വിധി എന്താണ്? അഥവാ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി വെള്ളപ്പൊക്കത്തിൽ നിന്നും അതുപോലെ വന്യമൃഗത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഖബർ മാന്തുക, മറ്റു സ്ഥലത്ത് മറവാടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ വിധി എന്താണ്? പിന്നെ അവസാനം പറയുന്നത് അൽ വാജിബാത്തുൽ മൻസിലിയ നക്തുബു സിഅത തസ്ബീതി വതൽഖീനി. തസ്ബീത്തിൻ്റെയും അതുപോലെ തൽഖീനിൻ്റെയും സിഅ കിതാബ് പറഞ്ഞിട്ടുണ്ട്, അത് കാണാതെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുകയും